പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സമര നാടകം തുടരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും അതേ വിഷയത്തിൽ മാധ്യമങ്ങളുടെ മുൻപിൽ പ്രഹസന സമരം നടത്തുകയുമാണ് കോൺഗ്രസ് നേതാക്കൾ. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന് പിന്തുണ അറിയിച്ച CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഈ മാസം 10-ന് രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരും. നവീകരണ പ്രവർത്തനം തടസ്സപ്പെടുത്തി കോൺഗ്രസ് നടത്തിയ സമരത്തിന്റെ ദൃശ്യങ്ങൾ ഒരു മാസത്തിന് ശേഷം കോൺഗ്രസിന്റെ അടുത്ത സമര നാടകം കാണാം. 3 മാസത്തിനുള്ളിൽ കെട്ടിടത്തിന്റെ നവീകരണം പൂർത്തിയാക്കുമെന്നായിരുന്നു ആരോഗ്യവകുപ്പ് അറിയിച്ചത്. ആ നീക്കത്തിനും തടസ്സം നിന്നത് കോൺഗ്രസ് തന്നെയെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വൈസ് ചെയർമാൻ R. അജയകുമാർ. തീരുമാനം വൈകിപ്പിച്ചു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അവർ സമരം ചെയ്തു. HMC റൂമിൽ സമരം ചെയ്തു. കോൺഗ്രസിന്റെ സമരാഭാസങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്ന CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. ആരോഗ്യമന്ത്രിയെ കോർണർ ചെയ്ത പ്രചരണം ആ നിലയിൽ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും ആരോഗ്യമന്ത്രിക്ക് ഗവൺമെന്റ് സംരക്ഷണം ഒരുക്കുന്നത് പോലെ തന്നെ സംരക്ഷണം ഒരുക്കുന്ന ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. തെറ്റായ പ്രചരണ രീതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ സമരങ്ങളിലൂടെ പുറത്തുവരുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.